ഹായ് ഗൈസ്, നമ്മളൊരു ബൈ പൊസിഷൻ എടുത്തിട്ടുണ്ട് ബജാജിൽ. ഇപ്പോൾ 800 രൂപ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമ്മൾ എൻട്രി എടുത്തത് 7293 സ്റ്റോപ്പ് ലോസ് 7269.95 7270. ഓക്കെ, 7269.95. ഓക്കെ, 23 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് എഗെയിൻസ്റ്റ് 80 പോയിൻറ്റ്സ് ആണ്. അപ്പം 1:3.5 ആണ് നമ്മുടെ ടാർഗറ്റ്. ഇപ്പം നമ്മുടെ കോസ്റ്റിലടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും നോക്കാം. നല്ലൊരു റിസ്ക് റിവാർഡുള്ളൊരു സെറ്റപ്പാണ്. ലെറ്റ്സ് സി, നമുക്ക് എന്തായാലും ഈ ട്രേഡ് എങ്ങനെ പോകുന്നു ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ റൈറ്റ് നൗ നമ്മുടെ ട്രേഡ് 1:2 മേലെ പോയി. 2350 രൂപ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ ഈ ഒരു ട്രേഡിൽ എൻ്റെ മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് 1100 രൂപയാണ്. ഇപ്പോൾ ഓൾറെഡി 1:2 മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4000 രൂപ കിട്ടും. സോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ 1150 രൂപ പോകത്തുള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു ശ്രീറാം ട്രാൻസ്പോർട്ടിൽ ഒരു ട്രേഡ് എടുത്തു. സോ ഇതിൽ ഇപ്പോൾ റിസ്ക് ഇല്ല, ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് ഞാൻ എൻട്രി തന്നെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. ഓക്കെ, 1148.4 സ്റ്റോപ്പ് ലോസ്. എൻട്രിയും 1148.4 ആണ്. സോ ഒരു ഫ്രീ ട്രേഡാണ്. ഇപ്പോൾ അത് എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് ഇതിൽ ലോസ് ഒന്നും വരാനില്ല. തിരിച്ചു പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും എനിക്ക് ലോസ് ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ട്രേഡ് എങ്ങനെ പോകും നോക്കാം. ബജാജ് ഫിനാൻസ് ഓൾറെഡി ഇപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് തരുന്നുണ്ട്. 3000 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ലെറ്റ്സ് സി, നമുക്ക് എന്തായാലും ഒരു 4000 കിട്ടുവാണെങ്കിൽ ബുക്ക് ചെയ്യാം. എന്തായാലും സ്റ്റേ ട്യൂൺ. ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മളെന്തായാലും ഫോക്കസ് എപ്പോഴും നമ്മുടെ ബജാജ് ഫിനാൻസ് തന്നെയാണ്. ശ്രീറാം ട്രാൻസ്പോർട്ട് ഞാൻ വെറുതെ എടുത്തൊരു ട്രേഡാണ്. സോ അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നലെ ഞാൻ ഇതുപോലെ M&Mലും ശ്രീറാം ട്രാൻസ്പോർട്ടിലും ട്രേഡ് എടുത്തായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബജാജ് ഫിനാൻസിൽ ഞാൻ എൻട്രി എടുത്ത മെയിൻ റീസൺ ഈ ഒരു ബ്രേക്ക് ഔട്ടാണ്. ഓക്കെ, ഇവിടെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. തൊട്ട് ബ്രേക്ക് ഔട്ട് ആയപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ഇത്രയും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാനുള്ള കാരണം ഇന്നിപ്പം പുതിയൊരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കമാണ്. അപ്പം ചെറിയൊരു ലോസ് ആവുകയാണെങ്കിൽ ചെറിയൊരു ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ ഒരു റിവേഴ്സിൽ വന്നിട്ട് ഇവിടെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ഒരു റിവേഴ്സൽ ആവാനാണ്. സോ വലിയൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതിൻ്റെ പോയിന്റ് ഇല്ല. ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് എഫക്റ്റീവ് ആവുമെന്ന്. സോ ഹിറ്റ് ആവുകയാണെങ്കിൽ, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നല്ലൊരു റിവേഴ്സൽ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പം എനിക്ക് പറ്റുന്ന വയബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസാണ് ഞാൻ വെച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും 2700 രൂപ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് ഈ ട്രേഡ് എടുക്കാൻ. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ ബജാജ് ട്രേഡ് അവസാനിച്ചു. 4085 രൂപ പ്രോഫിറ്റ്. ഓക്കെ, അപ്പം എന്തായാലും ബജാജിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്കിവിടെ എക്സിറ്റ് ആവാം. ഓക്കെ, സോ 4085 പ്രോഫിറ്റ്. നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള മേജർ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് ഞാൻ എൻട്രി എടുത്തത്. സോ ഡെയിലി ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഇന്നലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു പാറ്റേൺ ആണിത്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്, മൾട്ടിപ്പിൾ ടച്ചസ് ഉള്ളൊരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. 3 ദിവസം മുന്നേ അത് ബ്രേക്ക് ഔട്ടായി. നമ്മൾ ഇന്നലെ ഒരു ബൈ സൈഡാണ് എടുത്തത്. അപ്പോൾ ഇന്നും ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം 50 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു പാറ്റേൺ കിട്ടും. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടും. ഓക്കെ, ഓൾറെഡി ട്രെൻഡ് അപ്സൈഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ ഡേ തുടങ്ങിയത് ഈ ഒരു ക്യാൻഡിലാണ് ഇന്നത്തെ ഡേ തുടങ്ങിയത്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ ബൈ എടുക്കാനുള്ള മേജർ റീസൺ ഇന്നലത്തെ
ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈനിലോട്ട് ഒരു റീട്രേസ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു ബ്രേക്ക് ഔട്ടാണ് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ട ആ ഒരു ബ്രേക്ക് ഔട്ടിനെ പറ്റി ഞാൻ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ആ ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു റീട്രേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് 50 മിനിറ്റ് ടൈം ഫ്രെയിം ക്യാനിൽ, ഓക്കെ 5 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ കുറച്ചും ക്ലിയർ ആയിട്ട് കിട്ടും. ഫസ്റ്റ് 5 മിനിറ്റ് ടൈം ഫ്രെയിം ക്യാനിൽ തന്നെ നല്ല രീതിയിൽ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ വിത്ത് നല്ലൊരു വോളിയം കൂടെ നോക്കുക, നല്ലൊരു വോളിയം ഉണ്ട്, ബ്രേക്ക് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ റീസൺ നമ്പർ 1. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ആണ് ഇന്നത്തെ എൻട്രി എടുത്തത്. ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റീട്രേസ്മെൻറ്റ് വന്നു, ഇവിടെ ഒരു പാറ്റേൺ കിട്ടി. സോ ഇത് ബ്രേക്ക് ഔട്ടിലാണ് ഞാൻ എൻട്രി എടുത്തത്. 7293 എൻട്രി. സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് ആയിരുന്നു, 23 പോയിൻറ്റ്സ്. ഓക്കെ, എൻട്രി എന്ന് പറയുന്നത് ബജാജിൽ 7293 ആണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 7269.95. ഓക്കെ, കറക്റ്റ് 23 പോയിൻറ്റ്സ് ആയിരുന്നു സ്റ്റോപ്പ് ലോസ്. റീസൺ നമ്പർ 2 ഇതാണ്. ഞാൻ എൻട്രി ടൈം ചെയ്ത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റീസൺ ഈ ഒരു ബ്രേക്ക് ഔട്ട് നമ്മുടെ ഇന്നലത്തെ ഒരു റീട്രേസ്മെൻറ്റ് മൂവ്മെൻ്റ് ആണ്. നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ട് പിന്നെ ഒരു റീട്രേസ്മെൻറ്റ്, ആ ട്രെൻഡ് ലൈനിലോട്ട് റീട്രേസ്മെൻറ്റ്, പിന്നെ ഇന്ന് ബ്രേക്ക് ഔട്ടിൻ്റെ റീട്രേസ്മെൻറ്റിലാണ് നമ്മൾ എൻട്രി എടുത്തത്. പിന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാറ്റേൺ എന്ന് പറയുന്നത് 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത ഈ മേജർ സ്വിംഗ് ലോ തൊട്ട് ഏറ്റവും നമ്മുടെ ഇപ്പോഴത്തെ റീസെൻറ്റ് റിലവൻറ്റ് ടോപ്പ് വരെ നോക്കുവാണെങ്കിൽ ഞാൻ എൻട്രി എടുത്ത സമയത്തെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ക്യാൻഡിൽ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻട്രി എടുത്ത ടൈമിലെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ക്യാൻഡിൽ സപ്പോർട്ട് എടുത്ത് നോക്കുക, എക്സാക്ട്ലി 0.382 ലെവലിലാണ്. സോ 3 റീസൺസായി നല്ലൊരു ട്രേഡായിരുന്നു. ഞാൻ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്തു. എനിക്ക് നോർമലി ഞാൻ 1:2 ആണ് നോക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ട് ആയതുകൊണ്ടും പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് എപ്പോഴും റിവേഴ്സിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിലും നല്ലൊരു മൂവ്മെൻറ്റ് എനിക്ക് തോന്നുന്നു. ഇന്നലെ ഒരു 200 പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ട് പിന്നെ ഡേ ലോ ബ്രേക്ക് ചെയ്തു. സോ ഒരു മാസീവ് റിവേഴ്സലാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ അതുപോലെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് എൻട്രി എടുത്തത്. സോ ഞാൻ എൻ്റെ എൻട്രിയിൽ എപ്പോഴും കോൺഫിഡൻ്റ് ആണ്. സോ സ്റ്റോപ്പ് ലോസിലും കോൺഫിഡൻ്റ് ആണ്. ഹിറ്റായി കഴിഞ്ഞാൽ റിവേഴ്സിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ട്രേഡിൽ 1:3.5 കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ എൻട്രി എക്സിറ്റ് ആയത് ഈ ഒരു ലെവലാണ്. ഓക്കെ, 1:3.38 കിട്ടിയൊരു ട്രേഡാണ്. സോ നല്ലൊരു ട്രേഡായിരുന്നു. അപ്പം പുതിയൊരു ഫിനാൻഷ്യൽ ഇയർ നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ വേറൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്, ശ്രീറാം ട്രാൻസ്പോർട്ട്. അത് റൺ ചെയ്യാണ്. സ്റ്റോപ്പ് ലോസ് ഞാൻ എൻട്രി തന്നെ വെച്ചേക്കുവാണ്. ഇപ്പം 1148.4 എൻട്രി. എൻ്റെ ഇപ്പോൾ ഓപ്പൺ ഓർഡർ ശ്രീറാം ട്രാൻസ്പോർട്ടിൽ 1148.40 തന്നെയാണ് സ്റ്റോപ്പ് ലോസ്. അപ്പം ശ്രീറാം ട്രാൻസ്പോർട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് ഞാൻ എടുത്തതെന്ന്. സോ ഇന്നത്തെ ഡേ ഓപ്പൺ ആയത് 50 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കാണാം. ഇന്നത്തെ ഡേ ഓപ്പൺ ആയത് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടാണ്. 50 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടും വന്നിട്ടുണ്ട്. സോ നല്ലൊരു മൂവ്മെൻറ്റ് രാവിലെ ശ്രീറാം ട്രാൻസ്പോർട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം 1 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഇതൊരു വെഡ്ജ് ടൈപ്പ് ബെയറിഷ് വെഡ്ജ് പാറ്റേൺ ആണ്. സോ ബ്രേക്ക് ഔട്ടിലാണ് എൻട്രി എടുത്തത്. ബ്രേക്ക് ഔട്ടിന് തൊട്ട് മുന്നെയാണ് ഞാൻ എൻട്രി എടുത്തത്. ഞാൻ എൻട്രി എടുത്ത സമയത്ത് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോയുടെ താഴെയായിരുന്നു, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. സോ ഇതും നല്ല ഒരു റിസ്ക് റിവാർഡ് കിട്ടിയൊരു ട്രേഡാണ്. ഓക്കെ, ഞാൻ എൻട്രി എടുത്ത സമയത്ത് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 2 പോയിൻറ്റ്സ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് എനിക്ക് 1:5 അടുപ്പിച്ച് റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്രയും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് ചെറിയ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഞാൻ ബജാജ് ഫിനാൻസ് വിട്ടിട്ട് വേറെ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നത് കുറവാണ്. ഇപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് ട്രേഡ് എടുത്തതേ ഉള്ളൂ. അപ്പം ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഏതാണ്ട് 400 റുപ്പീസിന് മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം.
ഈ ഒരു ട്രേഡ് ഞാൻ 3 വരെ റൺ ചെയ്യും. സ്റ്റോപ്പ് ലോസ് ഇട്ടായാലും എനിക്ക് ലോസ് ഒന്നും വരാനില്ല. സോ ഇപ്പോൾ നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള വേറൊരു റീസൺ, എപ്പോഴും ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ട്രേഡ് എടുക്കാനും ഈ ഒരു റീസൺ മാത്രമല്ല, ഇപ്പോൾ 2 റീസണായി. ഫസ്റ്റ് റീസൺ ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ട് കയറി. രണ്ടാമത്തെ റീസൺ ഫിബനാച്ചി വെച്ചിട്ട് ഇന്നത്തെ ഡേ ലോ തൊട്ട് ഡേ ഹൈ വരെ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് എടുത്തത് ഞാൻ എൻ്റെ എടുത്തത് 0.5-ലാണ്. സോ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്യും. പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഏത് സ്റ്റോക്കിലും ഏത് ഇൻസ്ട്രുമെൻറ്റിലും ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്യും. ഇപ്പം 1:5 ട്രേഡാണ്. ഞാൻ കുറച്ചും കൂടി പൈസ ഇട്ടിട്ട് ഈ ഒരു ട്രേഡ് എടുത്തെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയാണ്. പക്ഷേ എന്തായാലും ഞാൻ എൻ്റെ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആണ്. ഞാനിങ്ങനെ ഔട്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ട്രേഡ് ചെയ്യാറില്ല. ഞാൻ ബജാജിലാണ് കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. സോ എന്തായാലും മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇൻസ്ട്രുമെൻറ്റിലും ട്രേഡ് ചെയ്യാം. സോ ഈ ഒരു ബജാജ് ഫിനാൻസിൽ തന്നെ എനിക്കറിയാം, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും ബജാജ് ഫിനാൻസ് മാത്രം ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏത് സ്റ്റോക്കായാലും നമുക്ക് വോളറ്റിലിറ്റി ഉള്ള ഏത് സ്റ്റോക്കിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഈവൻ ഇൻഡെക്സസിൽ വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാം. എന്തായാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. സോ ട്രേഡിംഗ് ആണ്, ഈസി മണി അല്ല. നമ്മൾ എത്രയൊക്കെ അനാലിസിസ് ചെയ്താലും എത്രത്തോളം റീസൺസ് ഉണ്ടെന്ന് പറഞ്ഞാലും തിരിച്ചു പോവാം, സ്റ്റോപ്പ് ലോസ് ഇട്ടാവാം. സോ നമുക്കൊരു ട്രേഡിങ്ങിന് ഒരു നല്ലൊരു സെറ്റപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഈ ആഴ്ച എൻ്റെ 2ാമത്തെ ട്രേഡാണ്. ഇന്നലെ ഒരു ട്രേഡ് എടുത്തു, ഇന്നും ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല വോളറ്റിലിറ്റി ഉള്ള സമയങ്ങളിൽ മാത്രം ട്രേഡ് ചെയ്യാം. അപ്പം ബജാജ് ഫിനാൻസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ബജാജ് ഫിനാൻസ് നല്ല മൂവ്മെൻറ്റ് തരുന്ന കാണാൻ പറ്റും. വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമാണ് ബജാജ് ഫിനാൻസ് സൈഡ് വേസ് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വരുന്ന വീക്കെൻഡിൽ പല ടൈപ്പ് സ്ട്രാറ്റജിയും നമ്മുടെ ട്രേഡിംഗ് റിലേറ്റഡ് എഡ്യൂക്കേഷണൽ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.